പാർവതി, സർ, പാർവതിയുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കരുണാകരൻ സാറിന് പാർവതിയോടുള്ള പകയുടെ കാരണം എനിക്കറിയാം. പക്ഷേ ഈ ഗാർമെന്റ്സിൽ തുടക്കം മുതലുള്ള ആളാ കരുണാകരൻ സാർ. അതുകൊണ്ട് തന്നെ അയാളെ ഈ സ്ഥാപനത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ എനിക്ക് കഴിയില്ല. ഡാഡി അത് സമ്മതിക്കില്ല. അയ്യോ, അതൊന്നും വേണ്ട സർ. അന്ന് രഘുചേട്ടനെ സാർ പറഞ്ഞുവിടാൻ നോക്കിയപ്പോ ഞാൻ പറഞ്ഞത് സാറിന് ഓർമ്മയില്ലേ? ആണുങ്ങളുടെ വരുമാനം മുട്ടിയ കഷ്ടപ്പെടുന്നത് വീട്ടിലെ സ്ത്രീകളും കുട്ടികളും ആയിരിക്കുന്നു. ഞാൻ കാരണം ആരെങ്കിലും കണ്ണീര് പൊഴിക്കേണ്ടി വന്നാ എനിക്കതിന്റെ ശാപം കിട്ടും. കൈലാസ് സാറ് ഒരിക്കലും ഒരാളെ പറഞ്ഞു വിടുന്നതിനെ പറ്റി ചിന്തിക്കരുത്. കരുണാകരൻ സാറിനെ മാത്രല്ല, ആരെയും. ഡാഡി മറന്നുകൊണ്ട് കരുണാകരൻ സാറിനെ പറഞ്ഞുവിടാൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാളെ അധികം കൺട്രോൾ ചെയ്യാനും എനിക്ക് കഴിയില്ല. അയാളുടെ അധികാരത്തിൽ കൈയടത്തുന്ന പോലെയാവും. അയാളെ എനിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത കാലത്തോളം അയാൾ ഇനിയും ഇതുപോലെ പാർവതിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് സാരില്ല സർ. സങ്കടം വരാറുണ്ട്. ആരും കാണാതെ മാറി ഇന്ന് കരയാറുമുണ്ട്. പക്ഷെ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. കഷ്ടപ്പെടാതെ ശമ്പളം കിട്ടുമോ? അങ്ങനെ സ്വയം സമാധാനിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ പാർവതി എന്നെ തെറ്റിദ്ധരിക്കോ? എന്താ സർ? പാർവതിയോട് തന്നെ മമ്മി ഇതൊരിക്കൽ സൂചിപ്പിച്ചതാ. അന്ന് ഞാൻ മമ്മി എതിർക്കുകയാ ചെയ്തേ. പക്ഷെ ഇപ്പോ പാർവതി ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കാനുള്ള എളുപ്പവഴി അതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ സർ?